ഞങ്ങൾ എങ്ങനെ ഇന്നലെ പോയോ അപ്പടിയേ തിരുമ്പി വന്നിട്ട്. അതെ, അതിനും എനർജറ്റിക് ആയിട്ട് ഞങ്ങൾ എവിടെ പോയി തിരുമ്മിന്ന്? അങ്ങനെ തിരുമ്പലല്ല, തമിഴ് ഓഡിയൻസിന് ഞാനോട് ഈ കൈവേന കാരണം എനിക്ക് എപ്പോഴും തിരുമാനേ സമയമുള്ളൂ. അതുകൊണ്ട് ആ തിരുമൽ എന്നുള്ളൊരു ചിന്തയുള്ളൂ. എനിക്ക് ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു തിരുമ്പൽ മസ്റ്റാ. കാരണം അത്ര കിട്ടുന്നുണ്ട് സ്നേഹം. കൈ നിറയെ സ്നേഹം തരുന്ന പ്രേക്ഷകരുള്ളപ്പോ തീരുമാനമില്ല. കൈ വെച്ച് എടുത്താ സ്നേഹിക്കുന്നത്. കൈ നിറയെ കവിളിലൊരുമ്മ തരാം, വേണേ പിന്നെ കൊള്ളാം. നിനക്കല്ല വേറൊരാൾക്ക് തരാം. ആരോരുമില്ലാത്തവർക്ക് ആരെങ്കിലും. ആഫ്റ്റർ എ ലോങ് ടൈം ചുറ്റും വാലിബൻ ഇവിടെ തിരുമ്പി വന്നിട്ട് ഞാൻ വന്നട മക്കളെ. വെൽക്കം മനുഷ്യേട്ടാ. അല്ല, നിങ്ങളെല്ലാരും പറയുന്നത് അതായത് ഞാനാണ് ഒരുപാട് യാത്ര ചെയ്യുന്നത്. ഇത് മാസത്തിൽ 25 ദിവസം വെളിയിലാണ്. അതായത് വീടിന് വെളിയിൽ ഇടയ്ക്കൊന്നും ഇറങ്ങും, പിന്നെ തിരിച്ചു കയറും. അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ 3 പേരോട് ഒന്നേ പറയുള്ളൂ, നിങ്ങൾ എവിടെ വേണമെങ്കിൽ കറങ്ങിക്കോളൂ, പക്ഷെ ഇവിടെ വരണം. ഇവിടെ വരും, അത്രേ ഉള്ളൂ. വരാതിരിക്കില്ല. ഇവിടെ ഇല്ലാത്തപ്പോ മാത്രം ഞാൻ ഇപ്പൊ പരിപാടി പോലും ശരിക്കും അങ്ങനെയാണ്. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പ്രോഗ്രാം. അത് മതി, അത് കേട്ടാ മതി. ശരിക്കും പറഞ്ഞ ഊണും ഉറക്കം എല്ലാം ഇവിടെ തന്നെ. ഇനി ഒരു റൂമും കൂടെ സൈഡിൽ കിട്ടി കഴിഞ്ഞാൽ വീട്ടിൽ പോകണ്ട. അതാണ് വേണ്ടത്. ഞാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുക. അപ്പൊ റിമു ഇത്ര എനർജറ്റിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മനുഷ്യേട്ടാ എങ്ങനെയാ ഇപ്പൊ എനിക്കത് പിന്നെ സംസാരിക്കാന്ന് വിചാരിച്ചു, പക്ഷെ തുടക്കം തന്നെ ഇത് സംസാരിക്കണം. എന്താണ് ഈ ഗ്ലാമറിന് പിന്നിലെ രഹസ്യം? കാരണം പോയ പോലെ അല്ല ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അവിടെ ഡബ്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സംഭവം നടന്നു. എന്താ? അയ്യോ, അത് പറയല്ലേ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവിടെ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ജീവി എന്താ പേര്, ഒരു ജീവി തന്നെയാണ്. ജി വർഗീസ് എന്നാണ് ഫുൾ നെയിം. ജീവി എന്നാണ് വിളിക്കുന്നത്. പുള്ളി രാത്രി കിടന്നുറങ്ങിയപ്പം ഒരു കുപ്പിക്കകത്ത് മധുവിന്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചോണ്ട് എന്നിട്ട് മുടി മുഴുവൻ മുറിച്ചളഞ്ഞു. എന്നിട്ട് ആ കുപ്പിക്കകത്ത് സൂക്ഷിച്ചു. കാരണം എല്ലാ സെലിബ്രിറ്റീസിന്റെ ഇത് മുടി സൂക്ഷിക്കുന്ന ആളാ. ശരിക്കും അവിടെ അങ്ങനെ ഒരാളുണ്ട്, ജീവി. സെലിബ്രിറ്റീസിന്റെ മുടി പറിക്കാൻ നടക്കാം. ഈ സൈഡ് വെട്ടിയപ്പോ പിന്നെ ക്ലിയർ ആക്കണ്ടേ. ഇപ്പൊ ശ്രീകുടി ചേട്ടനൊക്കെ മുടി എടുത്തു വെച്ചു എന്നാണ് കേട്ടത്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അവൻ എടുത്തു വെച്ച് കാണും. അല്ല, ഞാൻ കരുതി, ഞാൻ സാധാരണ പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോ ഉണ്ടായിരുന്ന ചായ മാറ്റി വേറെ ചായയിൽ നടക്കാറുണ്ട്, പുറത്തെ ആൾക്കാരെ തിരിച്ചറിയാതിരിക്കാനായിട്ട്. അതാവൂന്ന് വിചാരിച്ചു. നല്ല ഗോൾ അടിക്കുക. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് കേട്ടോ. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഫസ്റ്റ് പാട്ട് പാടാൻ വന്ന ആലപ്പുഴ, ഞാൻ വള്ളിക്കുന്നിലാണ് എന്നൊക്കെ പറഞ്ഞു വന്ന എന്നാലും ഞാൻ ഇത്രയും പിള്ളേരുടെ സ്ഥലം ഉണ്ടെങ്കിലും ഞാൻ മോളുടെ സ്ഥലം എന്താണെന്നറിയില്ല, എനിക്ക് മനസ്സിലൊന്നും മായുന്നില്ല. അതുപോലെ മോളുടെ സംസാരവും രീതി ആദ്യം കണ്ടൊക്കെ എന്റെ മനസ്സിൽ കിടക്കാം. ആദ്യം പാടിയ പാട്ടടക്കം ഇപ്പൊ വന്നപ്പോ പറഞ്ഞത് ഇന്നലെ രാത്രി പോലും മോളെ പറ്റി മനസ്സിൽ മായുന്നില്ല. കണ്ണടച്ചാലും മോള്, എങ്ങോട്ട് തിരിഞ്ഞാലും രാത്രി 2 മണിക്ക് എണ്ണീറ്റ് വള്ളിക്കുന്നം പറഞ്ഞോണ്ടിരിക്കുക. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.